നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. ആതിര പറഞ്ഞത് തെറ്റാണെന്ന് അവൾക്ക് മനസ്സിലാവുമ്പോ അവള് തന്നെ കുഞ്ഞിനെ തന്റെ കൈ കൊണ്ടു തരും. താമ്പാ ആ ദേ ഈ മുഖമായിട്ടാണെങ്കിൽ ആ മുറിയിൽ ഞാൻ കേട്ടില്ല കേട്ടോ. ആ അതുകൊണ്ട് ഒന്ന് നൈസായിട്ട് ചിരിച്ചേ. ചിരിക്കടോ. ആ ഇനി വാ വാ. അടുത്തത് അവന്റെ വരവ് കണ്ടാൽ തന്നെ അറിയാം ഭാര്യ പറഞ്ഞതിനൊക്കെ തന്നോട് മാപ്പ് പറയാൻ വരുന്നതാണെന്ന്. നിങ്ങൾ ഇവിടെ നിൽക്കുമായിരുന്നു? ഞാൻ അകത്തൊക്കെ നോക്കി. എന്തിന്? ഞാൻ ഏട്ടത്തിയോടൊരു കാര്യം പറയാനാ വന്നത്. ആതിര പറഞ്ഞതിൽ ഏട്ടത്തിക്ക് നല്ല വിഷമമായിന്ന് എനിക്കറിയാം. അതിന് ഞാൻ മാപ്പ് ചോദിക്കുന്നു. ഇത് പറയാനല്ലേ നീ തിരക്കി നടന്നതും ഇപ്പൊ ഇങ്ങോട്ട് വന്നതും. എങ്കിൽ നിന്നോടും നിന്റെ ഭാര്യയോടും എല്ലാവരോടും അർച്ചന ക്ഷമിച്ചിരിക്കുന്നു. എന്റെ പൊന്നനിയ, ഒരു വിധമാ ഞാനൊന്ന് ആശ്വസിപ്പിച്ച് നിർത്തിയിരിക്കുന്നേ. നീ ഇനി അതിന്റെ മേലെ പറഞ്ഞ് പഴയ അവസ്ഥയിലേക്ക് ആക്കരുത്. അനുഭവിക്കേണ്ടി വരുന്നത് ഞാനാ. അതെ, അർച്ചന അകത്തേക്കല്ല. ബാക്കി മാപ്പ് പറച്ചിലൊക്കെ നാളെ. ചെല്ലുമോളെ. പാവം ആതിര അങ്ങനെയൊക്കെ പറഞ്ഞതില് അവൾക്ക് നല്ല വിഷമമായിട്ടുണ്ട്. ഞാനും കൂടി അവളെ വിഷമിപ്പിക്കേണ്ടെന്ന് കരുതിയാ എന്റെ വിഷമം ഞാൻ പുറത്ത് കാണിക്കാത്തെ. ആതിര ഇങ്ങനെയൊക്കെ ഏട്ടത്തിയോട് പറയുന്നു പ്രതികരിക്കുന്നു ഞാനും ഒരിക്കലും കരുതിയതല്ല ഏട്ടാ. അവൾക്ക് ദേഷ്യം വരാൻ ചെറിയ എന്തെങ്കിലും കാര്യം മതി. നീ ആതിരയോടൊന്ന് പറഞ്ഞു വിലക്കണം. കുഞ്ഞിന്റെ കാര്യത്തിൽ ആതിര എന്തെങ്കിലും പറയുമ്പോ കുഞ്ഞില്ലാത്തന്റെ വിഷമം അനുഭവിക്കുന്ന അർച്ചനയ്ക്ക് അത് വലിയ വിഷമമാണ് ഉണ്ടാക്കുന്നത്. അത് നിനക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല. എന്റെ സ്ഥാനത്ത് നീ നിന്നാലേ നിനക്കത് മനസ്സിലാവൂ. ആതിരയ്ക്ക് ഇഷ്ടമല്ലെങ്കിൽ കുഞ്ഞിനെ അവള് അർച്ചനയ്ക്ക് കൊടുക്കണ്ട. പക്ഷേ ഓരോന്ന് പറഞ്ഞ് അവളെ വേദനിപ്പിക്കില്ലെന്ന് പറയണം. നിന്നെ എനിക്ക് മനസ്സിലാവും. കാരണം നീ എന്റെ അനിയനാ. അതുപോലെ ആതിര മനസ്സിലാക്കേണ്ട ആളാ അർച്ചനയും. അതെന്തോ അവൾക്കതിന് പറ്റുന്നില്ല. നീയൊന്ന് സമയം പോലെ ആതിരയോട് സംസാരിക്കാം. കുഞ്ഞിന്റെ കാര്യം പറഞ്ഞതുകൊണ്ടാ ഏട്ടത്തിക്ക് നല്ല വിഷമമായത്. എന്നായാലും നിങ്ങൾക്കും ഒരു കുഞ്ഞു വേണം. പെട്ടെന്ന് ട്രീറ്റ്മെന്റ് നടത്തിക്കൂടെ ഏട്ടാ? ഞാനും അതിനെക്കുറിച്ച് ആലോചിക്കുന്നുണ്ട്. കുഞ്ഞില്ലാതെ അർച്ചനയ്ക്ക് ജീവിക്കാൻ പറ്റില്ലെന്ന അവസ്ഥയായിട്ടുണ്ട് ഇപ്പോൾ. മോളെ കളിപ്പിച്ചുകൊണ്ട് നടന്ന് സ്വന്തം കാര്യം മറന്നിരിക്കുക അർച്ചന. പക്ഷേ ഇപ്പോ ഇതുകൂടിയായപ്പോ പഴയതിനേക്കാൾ വിഷമായി പാവത്തിന്. നാളെ ഞാനും അർച്ചനയും സന്ധ്യ ഡോക്ടറിനെ കാണാൻ പോകുന്നുണ്ട്. നോക്കട്ടെ ഡോക്ടർ എന്താ പറയുന്നതെന്ന്. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.